ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി 50 ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെഷ്യലി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് ഡിസിഷൻ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വിവാപ്പ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററും അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനും അത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അന്നത്തെ ട്രെൻഡ് മനസ്സിലാക്കാം, എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് നടത്താം, എവിടെ എൻട്രി എടുക്കാം, എവിടെ എക്സിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അപ്സ്റ്റോക്കിലോ അല്ലെങ്കിൽ സെറോദിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. വിവാപ്പ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിവാപ്പ്, അതായത് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അന്നത്തെ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ നമ്മൾ എപ്പോഴാണോ അനലൈസ് ചെയ്യുന്നത് അതുവരെയുള്ള അതിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും ടോട്ടൽ ട്രേഡഡ് വോളിയത്തെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫെയർ വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് വിവാപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിവാപ്പ് പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയിലെ ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ബാധിക്കുന്നില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതലാണ് ഈ ഒരു കാൽക്കുലേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ അനലൈസ് ചെയ്യുന്നത് അതുവരെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ഏതായാലും ചാർട്ടിൽ നോക്കാം. ഞാനിവിടെ വിവാപ്പ് എന്ന് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യുന്നു, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. സോ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റിങ്സിൽ പോയി വിവാപ്പിൻ്റെ അപ്പർ ബാൻഡും ലോവർ ബാൻഡും ബാൻഡ് ഫില്ലും റിമൂവ് ചെയ്ത് വിവാപ്പ് എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇത്. അതായത് നമ്മളുടെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. പല ആൾക്കാരുടെയും സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബിയറിഷ് ആണ് എന്നുള്ളതാണ്. മീൻസ് ഇൻട്രാഡേ ട്രെൻഡിൽ ബിയറിഷ് ആണ് എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, വിവാപ്പിൻ്റെ മുകളിലാണ് ഏകദേശം ഒരു 9:30 മുതൽ അല്ലെങ്കിൽ 9:15 മുതൽ വിവാപ്പിൻ്റെ മുകളിലാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെ എന്താണ്, അന്ന് ബുള്ളിഷ് ട്രെൻഡാണ്. അതായത് ഇന്നലത്തെ ഇൻട്രാഡേ ട്രെൻഡ് ബുള്ളിഷ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിച്ച് തരുന്നത്. ഇനി പ്രൈസ് വിവാപ്പിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ളതുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 30 മിനിറ്റ്സ് മാർക്കറ്റിന് വിട്ടുകൊടുക്കുക, ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. മാർക്കറ്റ് ആ 30 മിനിറ്റ്സ് നമുക്ക് എങ്ങോട്ടാണ് ഡയറക്ഷൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു റേഞ്ച് ബ്രേക്ക് ആയി എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫർദർ ട്രേഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാവുള്ളൂ. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതും, പിന്നെ വരുന്നത് എന്താണ് 9:40 ക്യാൻഡിൽ ഇതാണ്. സോ അതുവരെയുള്ള ഹൈ ഇതുമാണ്. ഓക്കെ, സോ ഞാൻ ഹൈയും ലോയും മാർക്ക് ചെയ്തു. നമ്മളിവിടെ വിവാപ്പ് നോക്കുവാണെങ്കിൽ എന്താണ്, വിവാപ്പ് പ്രകാരം വിവാപ്പിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് ബുള്ളിഷാണ്. ഫസ്റ്റ് 30 മിനിറ്റ്സ് പ്രകാരവും ഇതിൻ്റെ ഹൈക്ക് മുകളിൽ പോകുമ്പോൾ എന്താണ്, ബുള്ളിഷാണ്. സോ നമുക്കിവിടെ എന്താണ്, ഇവിടെ വേണമെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡ് എടുക്കാം. അത് 30 മിനിറ്റ്സിൻ്റെ ഹൈക്ക് മുകളിൽ പോയത് കൊണ്ടല്ല, പകരം എന്താണ്, നമുക്കിവിടെ ഒരു കൺസോൾട്ടേഷൻ പ്ലസ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് പോവാം. പ്ലസ് വിവാപ്പിൻ്റെ സപ്പോർട്ടോട് കൂടിയുണ്ട്. സോ ഞാൻ നോർമലി ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഓപ്ഷൻസ് സെല്ല് ചെയ്യാറാണ് പതിവ്. കാരണം ഓപ്ഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ഡിക്കേയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇനി വിവാപ്പിൽ നമ്മൾ എൻട്രി നോക്കുന്നത്, സപ്പോസ് വിവാപ്പ് ബിയറിഷ് ആണെങ്കിൽ നമ്മൾ എൻട്രി നോക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, നമ്മൾ നോർമൽ പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഞാനിപ്പോൾ കാണിച്ചു തന്നതുപോലെ. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാപ്പിൻ്റെ നിയർ വന്ന് ഒരു റിവേഴ്സൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഷോർട്ട് സൈഡ്. മൂന്നാമത്തത്, വിവാപ്പിൻ്റെ അവിടെ വന്ന് ഒരു ബ്രേക്ക് ഔട്ട് വിവാപ്പിൽ തരികയാണ്, ഇല്ലെങ്കിൽ ഒരു റിവേഴ്സൽ തരികയാണെങ്കിൽ
നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എൻട്രിയാണ് നമ്മൾ VWAP-ൽ നോക്കുന്നത്. ഇനി അപ് ട്രെൻഡിലുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ നമുക്കൊരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് എൻട്രി. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് VWAP നമുക്ക് എന്താണ്, ആ ദിവസത്തെ ഏറ്റവും ഫെയർ വാല്യൂ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഫെയർ വാല്യൂവിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നു, പ്ലസ് VWAP നമുക്ക് അപ് ട്രെൻഡ് ആണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് 30 മിനിറ്റ്സ് ഇന്ന് ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടുത്തെ പുട്ട് നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടാമത്തെ എൻട്രി. മൂന്നാമത്തത് എഗെയിൻ വേണമെങ്കിൽ VWAP-ൻ്റെ മുകളിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു റിവേഴ്സൽ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കൊരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ഇനി നാലാമത്തത്, ഇവിടെ നമുക്ക് VWAP-ൻ്റെ താഴെ ക്ലോസിങ് തന്നു, പക്ഷേ VWAP-ൽ സപ്പോർട്ട് എടുത്തതുപോലെയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ VWAP-ൻ്റെ താഴെ ക്ലോസിങ് തന്ന ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് സൈഡിലോട്ട് ഇല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് അറ്റംപ്റ്റ് നടത്തുക. സോ ഇത് ഏകദേശം 3 മണിയോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, മേ ബി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോയി എങ്കിലും ഇവിടെ നമ്മളിപ്പോൾ റിസ്ക് റിവാർഡ് വെച്ച് നോക്കിയാൽ 1:2 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ ഇവിടെ ഞാൻ എൻട്രി എടുക്കുന്നു, VWAP-ൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. ഞാനിവിടെ എത്രയാണ്, 1:1.8. ഓക്കെ, നിയർ കഷ്ടി 1:1.9 അച്ചീവ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഓപ്ഷൻ ബൈ ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അന്ന് ത്രൂ ഔട്ട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് കൂടി ആയിരുന്നതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി അവിടെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഇവിടെ ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻട്രി എടുക്കുന്നു, നമുക്ക് VWAP-ൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഈസി ആയിട്ട് 1:2 ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അതിനുള്ള മുമ്പത്തെ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്നത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു, അന്നത്തെ 30 മിനിറ്റ്സ് ഫസ്റ്റ് ഹൈ, അതായത് ഇതും നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ ഇവിടെ എന്താണ്, 9:40 ഇല്ലെങ്കിൽ 9:50 കൂടി തന്നെ മാർക്കറ്റ് ഫസ്റ്റ് 1 അവർ 30 മിനിറ്റ്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ ഇന്നത്തെ ഡയറക്ഷൻ നമുക്ക് എന്താണ്, റിവേഴ്സൽ ആണെന്ന് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആണെന്ന് തോന്നി. സെയിം ടൈം VWAP-ൻ്റെ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ VWAP പ്രകാരവും ഫസ്റ്റ് 30 മിനിറ്റ്സ് പ്രകാരവും ഇന്നത്തെ ദിവസം ബേറിഷ് ആണെന്ന് മനസ്സിലായി. ഇനി എൻട്രി ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് 2-3 രീതിയിൽ എടുക്കാം. ഒന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം, 2 VWAP-ൻ്റെ നിയർ റിവേഴ്സൽ പ്രകാരം, 3 VWAP ബ്രേക്ക്ഔട്ട് പ്രകാരം. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ആ എൻട്രി കൺസിഡർ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് താഴോട്ട് വന്ന് തിരിച്ചു പോകുമ്പം നിയർ VWAP-ൻ്റെ അവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് കാണാൻ പറ്റും. സോ അവിടെ എന്താണ്, നമുക്കൊരു എൻട്രി എടുത്ത് ആ ക്യാൻഡിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ VWAP-ൻ്റെ മുകളിലോ സ്റ്റോപ്പ് ലോസ് വെച്ചാലും നമുക്ക് അത്യാവശ്യം 1:1.2 ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അടുത്ത എൻട്രി ഏതാണ്, ഇവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം VWAP-ൻ്റെ താഴെ എന്താണ് 1.5 ആയപ്പോൾ ബ്രേക്ക് ഡൗൺ കിട്ടി, നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ എൻട്രി എടുത്താലും ഇവിടെ എൻട്രി എടുത്താലും ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3ഉം സക്സസ് ആണ്. ഇനി അങ്ങനല്ല, VWAP-ൻ്റെ അവിടുന്ന് ഈ റിവേഴ്സൽ ക്യാൻഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ്, സക്സസ് ആണ് ആ ട്രേഡ്. ഇനി അതിന് മുൻപുള്ള ദിവസങ്ങളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. സോ അതിന് മുൻപുള്ളൊരു ദിവസം ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ലോ ഇതാണ് 9:45 എന്ന് പറയുന്നത് ഏകദേശം. അപ്പോൾ ഇതാണ് ഹൈ വരുന്നത്. സോ എന്താണ്, ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഹൈക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. VWAP-ൻ്റെ മുകളിലാണ് അന്ന് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. സോ എന്താണ്, രണ്ടും പ്രകാരം ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. നമുക്കെന്താണ്, ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഹൈ കട്ട് ചെയ്യുമ്പോൾ ഒരു എൻട്രി എടുക്കാം, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ഫസ്റ്റ് എൻട്രി നമുക്ക് കിട്ടി, പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ നമുക്ക് എൻട്രി കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നിയർ VWAP-ൻ്റെ അവിടെ വന്നൊരു റിവേഴ്സൽ ക്യാൻഡിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹൈ എന്താണ്, ബ്രേക്ക് ചെയ്യുന്നില്ല. പിന്നെയുള്ളത് എന്താണ്, നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയൊക്കെ വേണമെങ്കിൽ ഒരു ഷോർട്ട് എൻട്രി പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ മോശമില്ലാത്തൊരു മൂവ്മെൻ്റ് അന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി അതിന് മുൻപുള്ളൊരു ദിവസം നമ്മൾ നോക്കിയാൽ ഇന്ന് പ്യുവർ സൈഡ് വേസ് ആയിട്ടുള്ള ഡേ ആണ്.
പക്ഷേ ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഹൈ, അതായത് 5 മിനിറ്റ്സിൻ്റെ ഹൈയും ഇവിടെ എന്താണ് 9ന്റെ ലോയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് അന്നത്തെ ദിവസം ഫുൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു ഡയറക്ഷണൽ ട്രേഡ് നമ്മൾ എടുക്കത്തില്ല. ഇനി അതിന് മുൻപുള്ള ദിവസവും ഫസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഹൈ ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും ത്രൂ ഔട്ട് അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നും ഒരു ഡിസിഷൻ മേക്കിങ് നമുക്കില്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇനി അതിന് മുൻപുള്ള ഒരു ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് 9:15 ക്യാൻഡിൽ വരുന്നത്. സോ നമ്മൾ 9:15 ക്യാൻഡിൽ മാർക്ക് ചെയ്യുന്നു. ഇനി 9:40 ഇല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ലോ വരുന്നത്. സോ ഇവിടെ എന്താണ് ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തു. പക്ഷേ എന്താണ് നമുക്കൊരു പ്രൈസ് ആക്ഷൻ പ്രകാരം അവിടെ എൻട്രി കിട്ടുന്നില്ല. ഇനി നമ്മൾ ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് വിചാരിച്ചോ. പക്ഷേ പ്രൈസ് ആക്ഷൻ പ്രകാരം എൻട്രി നമുക്ക് അവിടെ കിട്ടുന്നില്ല. അതിനുശേഷം മാർക്കറ്റ് എന്താണ് തിരിച്ചു കയറി ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്തെടുത്ത് ഒരു പ്രൈസ് ആക്ഷനോട് കൂടി അല്ലേ ഒരു നോർമൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സെയിം ടൈം വിവാപ്പിൻ്റെ മുകളിലാണ്, ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ മുകളിലാണ്. സോ നമുക്ക് എന്താണ് അവിടെ ഒരു ബുള്ളിഷ് ട്രേഡ് അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം അന്നത്തെ ദിവസം നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും നമുക്കെന്താണ് തരുന്നില്ല. അതിന് മുൻപുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ലോ ഹൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും. സോ അന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്കൊരു ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പ്ലസ് ബ്രേക്കൗട്ട് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, ഈ ഒരു ഏരിയയിൽ സാധിച്ചില്ല. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഫൈനലി ഇവിടെ എന്താണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പ്ലസ് ഇല്ലെങ്കിൽ ഒരു നമുക്കെന്താണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ട് ബ്രേക്കൗട്ട്. സോ അവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ റിവേഴ്സൽ അറ്റംപ്റ്റ് നടത്തിയാലും അല്ലെങ്കിൽ വിവാപ്പിൻ്റെ അറ്റംപ്റ്റ് നടത്തിയാലും നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിച്ചോ. പക്ഷേ ഈ ട്രേഡിൽ എന്താണ് നമുക്ക് സക്സസ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഒരു ട്രേഡ് ഫെയിലും ഒരു ട്രേഡ് സക്സസ്സും ആയാൽ പോലും 1:2 വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്താൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഫസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു മണി വരെ തന്നെ മാർക്കറ്റ് സൈഡ് വേസിലാണെന്ന് പോകുന്നത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഹൈ ബ്രേക്ക് ചെയ്യുമ്പം നമ്മളെന്താണ് പുട്ട് സെല്ല് ചെയ്താലും അന്നത്തെ ദിവസം അത് സൈഡ് വേസിൽ പോകുന്നുണ്ട്. നമുക്ക് അന്ന് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു രീതി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇതിൻ്റെ കൂടെ നിങ്ങളുടേതായിട്ടുള്ള മൂവിങ് ആവറേജോ ഇല്ലെങ്കിൽ CPRO അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും പുതിയൊരാൾക്കാർക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, പകരം നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സംസാരിച്ചിരിക്കുന്ന കൺസെപ്റ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കൂടെ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് ചിലപ്പോൾ നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിലൂടെ ചിലപ്പോൾ നിങ്ങളെ എത്തിച്ചേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.